പക്ഷെ 17 വർഷത്തെ ലണ്ടൻ ജീവിതം അവസാനിപ്പിച്ച് ബീഗം ഖാലിദ സയ്യിയുടെ മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് വന്നു. BNP പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. യൂനസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, കാരണം ഈ പ്രക്ഷോഭങ്ങളെല്ലാം തിരിച്ച് സർക്കാരിന് തന്നെ അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിന് തന്നെ നേരെ തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു കളിയുണ്ടോ കൈകടത്തലുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇന്ത്യ അതിന് ഇതുവരെ മറുപടിയും നൽകിയിട്ടില്ല. ബംഗ്ലാദേശിന്റെ ഒരു ഭരണ അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു ഭരണത്തിന് പോക്ക് എങ്ങനെയായിരിക്കും? ബംഗ്ലാദേശിന്റെ പൊതുസ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നിരന്തരം ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ബംഗ്ലാദേശ് മാറിയിരിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിര സ്വഭാവം അത് ഭരണകൂടത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ആ പ്രശ്നങ്ങൾ ആ രാഷ്ട്രത്തെ വേട്ടയാടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണും. നമുക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇതേപോലെയുള്ള രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്നു. ആര് പ്രധാനമന്ത്രിയാവും എന്നറിയാൻ പാടില്ലാത്ത, അതായത് 1-2 വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കൊലപാതകം. ഇതൊക്കെ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ ശക്തികൾ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പസുകൾ മുഴുവനും കലാപകലുഷിതമായി മാറിത്തിരികയും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരികയും അത് അവിടുത്തെ ഒരു ജൻസി കലാപമായിട്ട് ചിത്രീകരിച്ച് വ്യാഖ്യാനിച്ച് അവിടുത്തെ ഭരണാധികാരിയെ അടിച്ചോടിച്ചു. അവർ ഇന്ത്യയിലേക്ക് ഓടിച്ചു. അതിനുശേഷം അവരുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയെ പട്ടാളം എന്ത് ചെയ്ത് നിരോധിച്ചു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. താൽക്കാലികമായിട്ടുള്ള സർക്കാർ, അതിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന കാര്യമായ രാഷ്ട്രീയ കഴിവുകളൊന്നുമില്ലാത്ത ഒരാൾ, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം നിസ്സഹായനാണ്. ഏത് സാഹചര്യത്തിലും എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും നിസ്സഹായത കൊണ്ട് മാത്രം അതിനെ നേരിടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ബംഗ്ലാദേശിന് അധികം മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. വിപ്ലവം തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ കലാപം തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് യൂനസിന് അനുകൂലമായി. പതുക്കെ യൂനസ് ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അയാൾക്കെതിരെ ജനങ്ങളുടെ വികാരം ശക്തമായിട്ട് ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദനാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ BNP പാർട്ടി വിജയിക്കും എന്ന പൊതുവായിട്ടുള്ളൊരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വേറെ പാർട്ടിയില്ല. പ്രധാന പാർട്ടി എന്ന് പറയുന്നത് അവരാണ്. മറ്റേ പാർട്ടി അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നിരോധിച്ച് തിരഞ്ഞെടുപ്പ് മത്സരിക്കാനായിട്ട് അനുവാദം കൊടുക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ BNP പാർട്ടിക്ക് അധികാരം കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ടാണ് 17 വർഷം ലണ്ടനിൽ താമസിച്ചിരുന്നതായിട്ടുള്ള താരിഖ് റഹ്മാൻ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുന്നതിനാണെന്ന് വെച്ചാൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ കസേരയിലേക്ക്, ഭരണ കസേരയിലേക്ക് കയറാനായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ പുറപ്പാടാണ്. അതിന് ആ ജനങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം? സപ്പോർട്ടുമാണ്. ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. ബംഗ്ലാദേശിൽ ഇക്കാലം വരെ ഇല്ലായിരുന്നു. 17 വർഷക്കാലമായിട്ട് ബംഗ്ലാദേശിൽ നന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യനെ എത്രമാത്രമാണ് ബംഗ്ലാദേശിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക, ബംഗ്ലാദേശിനെ പ്രശ്നം മനസ്സിലാക്കാനായിട്ട് കഴിയുക, ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് തൻ്റെ ഭരണ നയതന്ത്ര അത് മുന്നോട്ട് വെക്കാനായിട്ട് കഴിയും. ഇക്കാര്യത്തിലേക്ക് എനിക്ക് വലിയ സംശയമാണ്. കാരണം അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന താരിഖ് റഹ്മാൻ എങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല എന്നാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഭരണത്തിൽ വന്നാൽ പോലും ബംഗ്ലാദേശിൻ്റെ പ്രതിസന്ധി തുടരും. അവരുടെ ഈ സാമൂഹ്യ രക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് കഴിയുന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഒരു തിരിച്ചുവരവ്, പ്രത്യേകിച്ച് വധശിക്ഷയ്ക്കൊക്കെ ഇപ്പോൾ യൂനസ് സർക്കാർ അവരെ ട്രിബ്യൂണൽ കോടതിയിലൊക്കെ പോയി അവർക്ക് വധശിക്ഷയൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആ ഒരു ബംഗ്ലാദേശിനെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ? ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ BNP പാർട്ടി വിജയിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ താരിഖ് റഹ്മാൻ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരും. ഭരണം തുടരും. ഭരണം തുടർന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് ജനങ്ങളുടെ വികാരം
ആ ഭരണകൂടത്തിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര എളുപ്പമല്ല പോസിറ്റീവായിട്ട് ഭരിക്കുക എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു രക്ഷകൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഇവിടെ രക്ഷകയുടെ ആവശ്യം ബംഗ്ലാദേശിൽ നിന്ന് ഉയർന്നു വന്നാൽ ആ സമയത്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് അങ്ങോട്ട് ചെല്ലാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷേ സാധ്യമല്ല എന്നുള്ളത്. ഇന്ത്യയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? ഇന്ത്യക്ക് താല്പര്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭരണകൂടം, ഇപ്പോൾ താരിഖ് റഹ്മാൻ അവിടെ അധികാരത്തിൽ വരുന്നു, അദ്ദേഹം ഇന്ത്യയുമായി സൗഹൃദത്തിലാകാനായിട്ട് തീരുമാനിച്ചാൽ നമുക്ക് സന്തോഷമായിരിക്കും. കാരണം എന്നും ബംഗ്ലാദേശുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ നിർമ്മിച്ചത് ഇന്ത്യയാണ് എന്നുള്ളത് ഒരു വൈകാരിക ബന്ധം. രണ്ടാമത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ഇന്ത്യയുമായിട്ട്, ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധപ്പെടുന്ന ഒരു ചിക്കൻ നെക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അത് അറുത്ത് മുറിച്ച് മാറ്റും എന്ന് പറയുന്ന ഭീഷണിയാണ് ബംഗ്ലാദേശ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയെ തകർക്കുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാന്തന്മാർ. അപ്പോൾ അങ്ങനെ പറയുന്ന കുറേ ആളുകളെങ്കിലും അവിടെയുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരാണ് പ്രധാനപ്പെട്ടത്. അവരത് ശക്തമായിട്ട് ആ വികാരം ബംഗ്ലാദേശിൽ വളർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനുമായിട്ടും അതുപോലെ തന്നെ ടർക്കിയുമായിട്ടൊക്കെ ബന്ധം ഇവരുണ്ടാക്കുകയും അങ്ങനെ പൊതുവെ അത് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു വൈകാരിക മണ്ഡലം നിർമ്മിക്കുന്നതിൻ്റെ പ്രക്രിയയിൽ മാറിത്തീരുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം നമുക്കെതിരെ അങ്ങനെ ബംഗ്ലാദേശികൾ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ. ഈ സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശിലെ ഇനി വരുന്ന ഒരു ഭരണകൂടത്തെ എത്രത്തോളം ഉൾക്കൊള്ളാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരു ഭരണകൂടത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ കലാപത്തിലേക്ക് മാറാനുള്ള സാധ്യതയല്ലേ നമ്മൾ വീണ്ടും കാണേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ് സാധ്യതകൾ. ഇത് കലാപത്തിൽ നിന്ന് കലാപത്തിലേക്കും പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ഭരണാധികാരിക്ക് ജനങ്ങളുടെ ഇച്ഛ എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു തടയിടാനായിട്ട് കഴിയുള്ളൂ. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അത് കലാപത്തിലേക്ക് തന്നെ പോകും. കാരണം പുതിയ ഭരണകൂടം വരുന്നു, ആ ഭരണകൂടത്തിൽ നിന്ന് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെയുള്ള പ്രവർത്തനങ്ങളും അതേപോലെ നേതൃപാഠവും അതിന് കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ എളുപ്പത്തിൽ അരാജകത്വ ഭരണകൂടമായിട്ട് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം മാറും. ആ ഭരണകൂടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിർണായകമായിട്ടുള്ള ക്രിമിനൽ ഹെഡായിട്ട് മാറിത്തീരാൻ സാധ്യത. കാരണം ഈ കലാപം ഉണ്ടായ സമയത്താണ് സംഭവിച്ചത്. ജയിലുകളെല്ലാം തുറന്ന് അതിനകത്തുണ്ടായിരുന്ന എല്ലാ ഭീകരരെയും എല്ലാ ക്രിമിനൽസിനെയും പുറത്തേക്ക് അഴിച്ചുവിടുകയാണ് ചെയ്തത്. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കലാപത്തിൻ്റെ മുന്നണിയിലുണ്ടാകുക. അവർ നടത്തുന്ന കലാപം അതിനൊരു ആദർശാത്മക സ്വഭാവം, രാഷ്ട്രീയ ആദർശാത്മക സ്വഭാവം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ കലാപം നടത്തുന്നു, കൊള്ളയടിക്കുന്നു, വലിയ തരത്തിലേക്ക് പ്രശ്നങ്ങൾ മാറിത്തീരുന്നു. അത് അപകടകരമായിരിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ അവർ കൊള്ളയടിക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ അവർ ചെയ്യാൻ സാധ്യതയുള്ളത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കലാണ്. അപ്പോൾ പത്രങ്ങളും അതുപോലെ ടെലിവിഷനൊക്കെ എന്ത് ചെയ്യും, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, സിഖുകാർക്ക് രക്ഷയില്ല, ക്രൈസ്തവർക്ക് രക്ഷയില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്ഷയില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചിത്രീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ വരും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്.